ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മർത്യരെ സൃഷ്ടിച്ചപ്പോഴാണ് സ്രഷ്ടാവ് ഏറ്റവും അധികം സന്തുഷ്ടനായത്. കാരണം എന്താണ്? മനുഷ്യന് മാത്രമേ സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിച്ച് പോവാൻ സാധിക്കുകയുള്ളൂ. ആ സർവേശ്വരൻ തന്നെയാണ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാകുന്ന കൂട്ടിൽ വന്നിരിക്കുന്നത്. പക്ഷേ കൂട്ടിലിരുന്ന് ഇന്ദ്രിയദ്വാര ബഹിർഗമിച്ചപ്പോൾ താൻ അതാണെന്ന സത്യം മറന്നുപോയി. അതിനാണ് മായ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ സ്വന്തം സ്വരൂപം മറന്ന് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി കാണപ്പെടുന്ന വസ്തുക്കൾ മാത്രമാണ് സത്യമെന്ന് ധരിച്ച് അവ കിട്ടിയാൽ നമുക്ക് സുഖവും സുരക്ഷയും കിട്ടും എന്ന് ഭ്രമിച്ച് കഴിയുന്നവരാണ്. വാസ്തവത്തിൽ ഈ സുഖങ്ങളെല്ലാം തന്നെ മരീചിക പോലെയാണ് എന്നാണ് മഹാത്മാക്കൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മരീചിക എന്നാൽ മരുഭൂമിയിൽ കാണുന്ന ജലാശയത്തിനാണ്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വലിയ ജലാശയം ഉണ്ട് എന്ന് തോന്നിപ്പിക്കും. ആ തോന്നലിൽ വെള്ളം കുടിക്കാനായി പോയി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ മൃഗങ്ങൾ ചത്തുപോകുന്നത് പോലെയാണ് നാം ഓരോരുത്തരും. ഈ പണമുണ്ടാക്കിയാൽ, വലിയ വീട് വെച്ചാൽ, ജോലി ഉന്നത നിലവാരം പുലർത്തിയാൽ എല്ലാം പരമസുഖമുണ്ടാകും എന്ന കണക്കുകൂട്ടലാണ്. വാസ്തവത്തിൽ ഈ വസ്തുക്കൾക്കൊന്നിനും നമുക്ക് സുഖം തരാൻ സാധിക്കുകയില്ല. സുഖസ്വരൂപിയായിരിക്കുന്ന സൃഷ്ടാവ് അല്ലെങ്കിൽ സർവേശ്വരൻ മാത്രമാണ് സുഖസ്വരൂപിയായിരിക്കുന്നത്. അതിനെ പ്രാപിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സുഖം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മനുഷ്യനായാൽ ഇതെല്ലാം അറിയാൻ പറ്റും. മനുഷ്യേതര ജീവികൾക്കൊന്നിനും ഇതിന് സാധിക്കുകയില്ല. ആഹാരാദി സുഖത്തിനു മാത്രം ജീവിക്കൽ മർത്യനും മൃഗത്തിനും തമ്മിലെന്തേ ഭേദം ദേഹത്തിനെന്നിയേ. ആഹാരം കഴിക്കുക, അതുപോലെ നല്ല കാഴ്ചകൾ കാണുക, സ്പർശന സുഖം അനുഭവിക്കുക, അഞ്ചിന്ദ്രിയങ്ങളിൽ കൂടിയുള്ള വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതാണ് പരമസുഖം എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തി. മനുഷ്യനും അപ്രകാരത്തിൽ മാത്രമാണെങ്കിൽ ഇതിനു വേണ്ടിയാണ് മൃഗങ്ങൾക്ക് അത്രയേ അറിയുകയുള്ളൂ. അവയ്ക്ക് ആഹാരവും ഊണും ഉറക്കവും ഇണയും മാത്രം മതി. അതാത് കാലം വരുമ്പോൾ അവർ ഇണയോട് ചേരുന്നു. അതുപോലെ അവർക്ക് വിശന്നാൽ ഉണ്ണണം, ഉറക്കം വന്നാൽ ഉറങ്ങണം. ഇതത്ര മാത്രമേ ഉള്ളൂ. മറ്റ് ജീവിതത്തിന് ലക്ഷ്യങ്ങൾ ഒന്നും തന്നെയില്ല. മനുഷ്യനാണെങ്കിലോ അതൊന്നുമല്ല. മനുഷ്യന് യഥാർത്ഥമായ ലക്ഷ്യപ്രാപ്തി, താൻ വന്നിടത്തേക്ക് തിരിച്ചെത്തുക, അതിനെക്കുറിച്ച് അറിയുക എന്നതാണ്. ആ ലക്ഷ്യം മറന്നപ്പോൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നു. മറ്റ് ജീവികൾക്ക് ജീവിക്കാൻ ഇവിടെ അവസരം കൊടുക്കാതിരിക്കുന്നു. സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ. പക്ഷേ മൃഗങ്ങളെപ്പോലെയാണ് മനുഷ്യൻ്റെയും പെരുമാറ്റം. അതിനാൽ ശരീരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. സ്വഭാവം മൃഗങ്ങളെപ്പോലെയാണ് മനുഷ്യൻ്റെയും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ തൻ്റെ സ്വരൂപത്തെ, താൻ ആരാണെന്ന പരമസത്യം അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആഹാരാദി സുഖത്തിന് മാത്രം അല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥമായ സ്വരൂപം എന്തോ അതറിയുന്നതിന് വേണ്ടിയാണ്. അതറിയുക എന്നതാണ് നമ്മുടെ ജന്മോദ്ദേശവും. അതിനാൽ ആഹാരാദി സുഖത്തിനും മാത്രം ജീവിക്കൽ മർത്യനും മൃഗത്തിനും തമ്മിലെന്നിയേ ഭേദം ദേഹത്തിനെന്നിയേ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കിയാൽ ശരീരത്തിന് മാത്രമേ ഒരു മാറ്റം കാണാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മൃഗങ്ങളുടെ അതേ സ്വഭാവമാണ് മനുഷ്യൻ കാണിക്കുന്നത്. എന്നാൽ മനുഷ്യന് മനുഷ്യത്വം എന്ന ഒന്ന് വേണം. ആ മനുഷ്യത്വത്തിൽ നിന്ന് മാത്രമേ ദൈവത്വത്തിലേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. മനനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനായി മാറണം. മനുഷ്യക്കോലം കിട്ടിയാൽ മാത്രം പോരാ. അപ്പോൾ മാത്രമേ നമുക്ക് ദേവനായി ഉയരാൻ പറ്റൂ. ദേവനായി ഉയർന്ന ഒരാൾക്ക് മാത്രമേ
ഈശ്വരനായിത്തീരാൻ പറ്റും. ദേവൻ എന്നാൽ എപ്പോഴും ആനന്ദിക്കുന്നവൻ. ഇന്ദ്രിയ സുഖങ്ങൾ അല്ലാതെ അതീന്ദ്രിയമായ സുഖത്തിൽ ആനന്ദം കണ്ടെത്തിയ ആളാണ് ദേവൻ. ആ ദേവത്വത്തിലേക്ക് നമ്മൾ ഉയർന്ന് ദേവന് മാത്രമേ ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ജന്മ ഉദ്ദേശം. ആഹാരാദി സുഖത്തിനു മാത്രം ജീവിക്കും മർത്യനും മൃഗത്തിനും തമ്മിലെന്തേ ഭേദം ദേഹത്തിനെന്നിയേ.